അപ്പൊ കാത്തിരുന്ന നമ്മുടെ മഞ്ഞുമ്മൽ ബോയ്സ് ഞങ്ങൾ കണ്ടിറങ്ങി. ഭയങ്കര ത്രില്ലാണ് ഗൈസ്. ത്രില്ലല്ല, ചേട്ടനെ നൊസ്റ്റ് അടിച്ചു പോയി. ശരിക്കും പറഞ്ഞാൽ ലാസ്റ്റ് ഞാൻ ഇത്തിരി ഇമോഷണലായി. കാരണം എനിക്ക് ഇങ്ങനത്തെ ഒരു സിമിലർ സിറ്റുവേഷൻ ഞാനും ഫേസ് ചെയ്തിട്ടുണ്ട്. ചെറുതായിട്ട് ഒരു കാട്ടിലൊക്കെ രാത്രി 1 മണിക്ക് കാട്ടിൽ വിട്ടു. അപ്പൊ അത് കഴിഞ്ഞിട്ട് റെസ്ക്യൂ ഒക്കെ കഴിഞ്ഞിട്ട് വന്ന ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഈ സിനിമ കഴിഞ്ഞിട്ട് കിട്ടി. അതുകൊണ്ട് മാത്രം പറയില്ല, പക്ഷെ മൊത്തത്തോടെ ഈ സിനിമ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെയും ഒരു എന്താ പറയാ സർവൈവൽ അങ്ങനത്തെ ഒരു ജോൺഡർ അങ്ങനത്തെ ഒരു മൊത്തത്തോടെ എക്സൈറ്റഡ് ആണ്. ഒരു ട്രിപ്പ് പോണതും അതിലുണ്ടാവണ ഇവന്റ്സും ഡിഫറെന്റ് ആൾക്കാര് എങ്ങനെയൊക്കെയാണ് റെസ്പോണ്ട് ചെയ്യണത്. അതന്നെ സത്യം പറയല്ലോ. ഇതിലിപ്പോ എല്ലാ സിനിമയും നമ്മൾ പറയാറുണ്ട് ഡയറക്ഷൻ അടിപൊളിയായിരുന്നു, മ്യൂസിക് അടിപൊളിയായിരുന്നു. പക്ഷെ ഇതിൽ അങ്ങനെ എടുത്തു പറയാനായിട്ട് എല്ലാം അടിപൊളിയായിരുന്നു. കാരണം ഫുൾ സിനിമ നമ്മൾ അങ്ങനെ ഇരുന്നു. ലിറ്ററലി പറയുകയാണെങ്കിൽ ഇന്റർവെൽ വന്നില്ലേ, ഇന്റർവെൽ ഷടകടയുന്ന ഇന്റർവെൽ വന്നേ, പിന്നെ സമയം നോക്കി 1.5 മണിക്കൂർ കഴിഞ്ഞു. പെട്ടെന്ന് അങ്ങനത്തെ ഒരു ഫീൽ അടിച്ചു. സോ മൊത്തോടെ തന്നെ ഇപ്പൊ മ്യൂസിക് ആണ് എല്ലാം സൂപ്പർ ആയിരുന്നു. കാരണം ഫുൾ സിനിമ നമ്മൾ അങ്ങനെ ഇങ്ങനെ പിടിച്ചെടുത്തു. നെക്സ്റ്റ് എന്താ സംഭവിക്കുക, ഇങ്ങനെ സംഭവിക്കുക. നമുക്ക് മെയിൻ ആയിട്ട് നമ്മള് മഞ്ഞുമൽ ബോയ്സിന്റെ സ്റ്റോറി കേട്ടിട്ടല്ല പോയത്. നമ്മൾ ഒരു അറിവില്ലാണ്ട് ജസ്റ്റ് മഞ്ഞുമൽ ബോയ്സ് കാണണം, എന്തായാലും ഫസ്റ്റ് ഷോ കാണണം എന്നുള്ളതിന് മാത്രമേ പോയത്. നമ്മൾ സ്റ്റോറി വായിക്കുക, സ്റ്റോറി കേൾക്കുക ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് എക്സൈറ്റ്മെന്റ് ഭയങ്കര കൂടുതലായിരുന്നു. അതെ, അത് ലാസ്റ്റിൽ അവർ പറയും ചെയ്യുന്നുണ്ട് ഇത് ശരിക്കും ആക്ച്വലി ഇവന്റ് ആണ്, അവാർഡ് അങ്ങനത്തെ ഇതൊക്കെ നമ്മുടെ ചീഫ് മിനിസ്റ്റർ കൊടുത്തിട്ടുണ്ട്. അതെ, ഈ സിനിമ കാരണം അങ്ങനത്തെ ടീംസ് ഉണ്ട്, അങ്ങനത്തെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പ് ഉണ്ട് എന്നൊക്കെ അറിയാൻ പറ്റി. അപ്പൊ ലിറ്ററലി നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ലിറ്ററലി ഈ സിനിമ തിയേറ്റർ വാച്ച് തന്നെ വേർത്ത്, വെരി 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 വേർത്ത്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെങ്കിൽ എത്ര വട്ടം കാണാൻ നോക്കുക. നിങ്ങൾ ആ സിനിമ തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്തിട്ട് നിങ്ങളുടെ എന്താ പറയാ ലിറ്ററലി എല്ലാം ഫ്രണ്ട്ഷിപ്പ് ആയാലും എന്തായാലും നിങ്ങൾക്ക് കുറെ റിവ്യൂസ് സ്റ്റോറി റിവീൽ ചെയ്യാം. അതും ചെയ്യാനില്ല. നിങ്ങൾ ഇത്രയുള്ളൂ, ജസ്റ്റ് ആയിട്ട് ഇപ്പൊ 1 മിനിറ്റ് 2 മിനിറ്റുള്ള ഞങ്ങൾ പറഞ്ഞ ഇത്രേ ഉള്ളൂ. സിനിമ കാണാം, വേർത്ത് ആണ്, വെരി വെരി വേർത്ത്, മസ്റ്റ് വാച്ച് ആണെന്ന് ലിറ്ററലി പറയാം. അത്രയും എഫേർട്ട് എടുത്ത പടം തന്നെയാണത്. അത്രയും കാസ്റ്റ് ആയാലും എല്ലാരും അതിന്റെ സൗബിനായാലും ശ്രീനാഥ് ബാസി ആയാലും കമലസിന്റെ പണ്ടത്തെ സിനിമന്റെ ഒരു ഇതൊക്കെ ബൈറ്റ്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ലിറ്ററലി മെയിൻ ആയിട്ട് പറയണേ സൗബിന്റെയും എന്നിട്ട് ശ്രീനാഥ് ബാസിന്റെയും ആക്ടിങ് സൂപ്പർ ആയിട്ട് അത് എടുത്തു പറയേണ്ടത് തന്നെയാ. പിന്നെ എന്താ ലിറ്ററലി ആൾക്കാരെ കുറിച്ച് കുറച്ചുകൂടി അറിയണം, അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട് ഇപ്പൊ. അതെ, ഇനി ഞങ്ങൾ വീട്ടിൽ പോയിട്ട് ഇതിന്റെ ബാക്ക് സ്റ്റോറി ഒക്കെ ഇരുന്ന് ഞങ്ങൾ ഫുള്ളൊന്ന് സെർച്ച് ചെയ്ത് ആരൊക്കെയാണ് ശരിക്കുള്ളതെന്നൊക്കെ അറിയാൻ വേണ്ടിട്ട്. ലിറ്ററലി നിങ്ങൾ സ്റ്റോറി ഇതിനെ പറ്റി ഒന്നും അറിഞ്ഞില്ലെങ്കിലും അറിയാണ്ട് പോയി സിനിമ കാണുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. മാക്സിമം ഞങ്ങൾ യൂട്യൂബിൽ നിന്ന് ഇങ്ങനത്തെ റിവ്യൂ ഇങ്ങനത്തെ സ്റ്റോറീസ് ഒക്കെ മാക്സിമം അവോയ്ഡ് ചെയ്ത് വെച്ചേക്കാറ്. കാരണം സിനിമ കണ്ടിട്ട് സിനിമന്റെ ഒരു എക്സ്പീരിയൻസ് സോ നിങ്ങൾക്ക് ലിറ്ററലി സിനിമ കാണാം, നിങ്ങൾ ത്രിൽഡ് ആയിരിക്കും ഫസ്റ്റ് ഷുവർ. ആരും മോശം പറയില്ല, ഒരാള് പോലും. ഇപ്പൊ ലിറ്ററലി പാരന്റ്സ് ആയാലും വയസ്സായ ആൾക്കാർ സിനിമ കണ്ടാലും അവർ മോശം പറയില്ല. അത്ര നൈസ് മൂവിയാണ്. കേരളത്തിൽ ഇങ്ങനത്തെ പിള്ളേർക്ക് ഉണ്ടല്ലേ, അങ്ങനെയൊക്കെ തോന്നിട്ടാ. ഡയറക്ഷൻ ആയാലും സിനിമാറ്റോഗ്രഫി ആയാലും കുറെ പണ്ടത്തെ അവര് ചൈൽഡ്ഹുഡും ഇതും മിക്സ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ട്രാൻസിഷൻസ് ട്രാൻസിഷൻ സൂപ്പർ ആയിട്ട് പണ്ടത്തെ ട്രാൻസിഷൻ സഡനായിട്ട് അവർ ഇപ്പോഴത്തെ സിറ്റുവേഷനിലേക്ക് കൊണ്ടുവരുന്നതൊക്കെ കുറെ പറയുന്നുണ്ട്. നിങ്ങൾ എന്തെങ്കിലും പോയി കണ്ടോ, നിങ്ങൾക്ക് എന്തെങ്കിലും പറയുന്നത് വേഗം പറഞ്ഞു നോക്ക്. എന്തായാലും വേർത്തായിരിക്കും. ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ഒന്നും അറിയാണ്ട് പോയ കാര്യം ഞങ്ങൾക്ക് കുറച്ചും കൂടി എക്സൈറ്റഡ് ആയിരുന്നു, കുറച്ചും കൂടി ത്രില്ലായിരുന്നു. കുറച്ച് കഥ അറിഞ്ഞു പോയവർക്ക് ഇത്രയും എക്സൈറ്റ്മെന്റ് ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. പറയാൻ പറ്റും, എക്സൈറ്റ്മെന്റ് ഉണ്ടാവും. ചേട്ടന്റെ പോലത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് കുറച്ചും കൂടി എനിക്ക് ഭയങ്കര ഫീൽ. എനിക്ക് ലാസ്റ്റിലൊക്കെ കണ്ണൊക്കെ വെള്ളം വന്നു. ഇവള് ലാസ്റ്റ് എന്നെ നോക്കി ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇതായിട്ടൊക്കെ ഇരിക്കായിരുന്നു. അത് ആ വൈബ് എക്സ്പീരിയൻസ് ചെയ്ത ആൾക്കാർക്ക് ചിലപ്പോ ഇത്രയും നെക്സ്റ്റ് ലെവലിലേക്ക് എനിക്ക് ആ ഫീൽ കിട്ടും. അത് ഞാൻ പണ്ടത്തെ കാര്യങ്ങൾ ഓർത്തു, എഞ്ചിനീയറിംഗിന്റെ ഡേയ്സ് ഒക്കെ. അപ്പൊ ലിറ്ററലി കൺക്ലൂഡ് ചെയ്യാണ്, പടം തിയേറ്റർ വാച്ച് തന്നെ. ഡയറക്ഷൻ മ്യൂസിക്കും എല്ലാം സൂപ്പറാണ്. ഞങ്ങള് സ്പെഷ്യലായിട്ട് എടുത്ത് പറയില്ല, കാസ്റ്റ് ആയാലും എല്ലാരും അടിപൊളി. ഇങ്ങനത്തെ മൂവീസ് ഒക്കെ ഇനി മലയാളം ഇൻഡസ്ട്രിയിൽ വരട്ടെ. ഇങ്ങനത്തെ പുതിയ അതായത് റിയൽ സ്റ്റോറീസ് ഒക്കെ പുറത്തേക്ക് വരുമ്പോഴാണ് നമുക്ക് നമ്മുടെ സൊസൈറ്റിയും നമ്മുടെ ലോകത്തിൽ ഇത്രൂടെ ഒരു അഭിമാനമൊക്കെ വരുന്നത്. അപ്പോ ലിറ്ററലി ഡു വാച്ച്. അത്രയുള്ളൂ. പോയി കാണും. ബൈ. താങ്ക് യു.